നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കാലവർഷം ശക്തമായതോടെ കനാലിലും കോൾച്ചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാഴ പുഴയോട് ചേർന്ന പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറുന്നതായി പരാതി. ഹെർബർട്ട് കനാലിലെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുക്കാൻ കമാൻഡാമുഖത്തെ കഴ അടിയന്തരമായി തുറക്കണമെന്ന് നാട്ടുകാർ. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ 15ാമത് രാമായണ മാസാചരണ പരിപാടി സമാപിച്ചു. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഹെർബർട്ട് കനാലിലെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുകാൻ കമാൻഡാമുഖത്തെ കഴ അടിയന്തരമായി തുറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുഴയിൽ നിന്നുള്ള വെള്ളം കമാൻഡാമുഖം വഴി ജനവാസ കേന്ദ്രത്തിലേക്ക് കയറുന്നത് തടയാൻ നാട്ടുകാരുടെ ആവശ്യപ്രകാരം കുറച്ചുനാൾ മുമ്പ് വരെ കഴ അടച്ചിരുന്നു. പുഴയിലെ വെള്ളം താഴ്ന്നതിനാൽ ഇനി കഴ തുറന്നാൽ കനാലിലെ വെള്ളം തിരിച്ചൊഴുകുമെന്നും ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിയുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് കമാൻഡാമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബണ്ടല്ല, ഒരു കടയുണ്ട്. അവിടെ പലക ഇട്ടിട്ടുണ്ട്. ആ പലക ഇട്ടിട്ടുള്ളത് മാറ്റാത്തത് മൂലം അവിടെ വെള്ളം കെട്ടിക്കുകയും ഈ മെയിൻ പുഴയും അതുപോലെ തന്നെ ഈ ചാലും തമ്മിൽ 1.5 മീറ്ററിന്റെ വ്യത്യാസം ഇപ്പോഴുണ്ട്. ആ 1.5 മീറ്റർ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തടഞ്ഞു നിർത്തിയ മൂലം വലിയ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് മൂലം ഏതാണ്ട് വലിയ അളവിലുള്ള വാഴ കൃഷി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ കൃഷി ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പൊ ചേർ പഞ്ചായത്തിനകത്തും അതുപോലെ തന്നെ ചാഴ് പഞ്ചായത്തിനകത്തും അധികാരികളെ നമ്മൾ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു തരത്തിലും നടപടിയായില്ല. MLA-യുമായി ബന്ധപ്പെട്ടപ്പോൾ MLA പറയുന്നത് അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് അതിനി ഇടപെടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കാര്യം നടന്നിട്ടില്ല ഇതുവരെ. വെള്ളം മുഴുവൻ ഒരു കാപ്പി കളറിലായിട്ട് നിൽക്കുന്നത്, അതായത് ഈ ചണ്ടി ചീഞ്ഞതും ഇതൊക്കെ ആയിട്ട് ഇവിടെയുള്ള ഒരുവിധം ആൾക്കാരുടെ കിണറിലേക്കൊക്കെ ഈ വെള്ളമാണ് ഇത് വരുന്നത്, എടുത്ത് വരുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതില് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും എല്ലാവരും സഹായിച്ചാൽ ഈ കാര്യം നടക്കുള്ളൂ. ഇത് ആർക്കോ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണിത്. അത് കാരണം കൊണ്ട് ഇവിടുത്തെ ആർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ആരെന്ത് ചെയ്യാൻ വന്നാലും ശരി, ഇത് തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ പല മീൻപിടുത്തക്കാരല്ല, മറ്റുള്ള ചില ആൾക്കാരാണ്. അതുകൊണ്ട് ഏക്കറക്കണക്കിന് ഭൂമി കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇപ്പൊ പോയാൽ കാണാവുന്നതാണ്. ഇപ്പൊ വേണമെങ്കിൽ അതിന്റെ രേഖ തരാവുന്നതാണ്. പഞ്ചായത്തിലും എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചെയ്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രമ്യയോട് പറയുമ്പോൾ പറയാം, ആ കുട്ടി തന്നെ ഉൾപ്പെടുത്തുന്നവർ ചെയ്യുന്നത്. വെള്ളം കയറിയതിനെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി, പണ്ടാരച്ചിറ, പുട്ടിച്ചിറ, മുത്തുള്ളിയാൽ, തോപ്പ്, എട്ടുമനത്തുരുത്ത്, അംബേദ്കർ കോളനി, ഹെർബർട്ട് കനാൽ എന്നിവിടങ്ങളിലെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ചേർപ്പ് പഞ്ചായത്തിലെ 15 മുതൽ 19 വരെ വാർഡുകളിൽ നിന്നുള്ള 40 കുടുംബങ്ങളിലെ 90ഓളം ആളുകൾ ചേർപ്പ് ഗവൺമെന്റ് JB സ്കൂളിൽ ക്യാമ്പിലാണ് കഴിയുന്നത്. കാലവർഷം ശക്തമായതോടെ കനാലിലും കോൾച്ചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാഴ ഭീഷണിയായി മാറുന്നു. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ഹെർബർട്ട് കനാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ ഇവ വൻതോതിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇതുമൂലം പുഴയോട് ചേർന്ന പ്രദേശത്തുമുള്ള വെള്ളക്കെട്ട് ഒഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പണ്ടാരച്ചിറ, പൊട്ടിച്ചിറ, മുത്തുള്ളിയാൽ
തോപ്പ്, എട്ടുമനത്തുരുത്ത്, അംബേദ്കർ കോളനി, ഹെർബർട്ട് കനാൽ എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളക്കെട്ടിന് പരിഹാരമാകാൻ കനാലിൽ സുഗമമായ ഒഴുക്ക് വേണം. വെള്ളക്കെട്ട് മൂലം നിരവധി ആളുകൾ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JB സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. വെള്ളം കെട്ടിക്കിടന്ന കുളവാഴയും മറ്റും ചീഞ്ഞ് കൊതുകുകൾ വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട്. പ്രദേശത്ത് പകർച്ചവ്യാധിക്കും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയക്കുന്നു. കാലവർഷം ശക്തമായതോടെ കനാലിലും കോൾചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാട ഭീഷണിയായി. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ഹെർബർട്ട് കനാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ ഇവ വൻതോതിൽ നിറഞ്ഞു കിടക്കുകയാണ്. കോൾചാലുകളിൽ കുളവാട കെട്ടിക്കിടക്കുന്നത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് ബണ്ടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ബണ്ട് തകർന്നാൽ ചാലിലെ കുളവാടകളും മാലിന്യങ്ങളും പടവിൽ കയറിയാൽ അത് കർഷകർക്ക് വലിയ ക്ലേശവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരും. കൃഷി വൈകാനും അത് കാരണമാകും. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 സംഘടിപ്പിച്ചു. പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാലോ, മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രം തന്നെ ഏറ്റവും മികച്ച പ്രസംഗമാണെങ്കിൽ പോലും അത് ഗാന്ധിജിയുടെ പ്രസംഗമാകട്ടെ, ഒബാമയുടെ പ്രസംഗമാകട്ടെ, വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗമാകട്ടെ, എത്ര ഉന്നതനായ കിട്ടിയ പ്രസംഗമാണെങ്കിലും മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രം പറയുന്നത് 12 മിനിറ്റ് കൂടുതൽ കേൾക്കാൻ പറ്റില്ല. 12 മിനിറ്റാണ് മാക്സിമം കേൾക്കാൻ പറ്റുന്നത്. ഇവിടെ ചന്ദ്രേട്ടന്റെ കഥയും കവിതയും കഥയൊക്കെ കേട്ട് ഇനി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ പ്രസംഗിക്കുമെന്ന ഭയത്തിലിരിക്കുമ്പോൾ ആരും പ്രസംഗിക്കുന്നില്ല എന്ന കാര്യം ഞാൻ ആദ്യം സൂചിപ്പിക്കും. പാർലം പഞ്ചായത്തിലെ വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ഒരു നല്ല ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏറ്റവും നല്ലൊരു ചടങ്ങിൽ ഈ ഒരു നല്ല സായാഹ്നത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പ്രദേശത്തെ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാഭ്യാസ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ നടത്തി. പാർലം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പാർലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. TV ചന്ദ്രമോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC സെക്രട്ടറി KV ദാസൻ, NK സുധീർ, സുനിൽ ലാലൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, ബിന്ദു അശോകൻ, ശ്രീജിത്ത് CR, KB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ M വിജയൻ ഏതൊക്കെ കസേരകളിൽ ഇരുന്നിട്ടുണ്ടോ ആ കസേരകൾക്ക് യോജിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് സഹപ്രവർത്തകനും MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ C സുദർശനകുമാർ പറഞ്ഞു. ലോകത്തെ മാക്രോമോളിക്കുലാർ ക്രിസ്റ്റലോഗ്രാഫി ശാസ്ത്രജ്ഞരിലെ പ്രമുഖരിലൊരാളായ ഡോക്ടർ M വിജയനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ M വിജയന്റെ ജന്മനാടായ ചേർപ്പിൽ കേരള ശാസ്ത്ര സാഹിത്യ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രൊഫസർ M വിജയന്റെ സംഭാവനകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. എന്തുമാത്രം മനുഷ്യസ്നേഹിയായി അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ സമൂഹവും വരുന്ന തലമുറയെ തിരിച്ചറിയണം. അതിന് അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി ശാസ്ത്രജ്ഞർ ഈ സമയത്ത് മൺപറഞ്ഞ വലിയ അദ്ദേഹത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 25 അതിൽ താഴെയും കോംപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എത്രയോ ഹൃദയങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു നമുക്കറിയാം. 13,000-15,000 രൂപയ്ക്ക് ഹൃദയത്തിന്റെ വാക്ക് കൊടുക്കാൻ അദ്ദേഹത്തിനെ കഴിയുള്ളൂ. 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വാക്ക് വാങ്ങിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇവർ രണ്ടുതരം ഒരുപാട് സമാനതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തെ വിളിച്ച് ബയോമെഡിക്കൽ റിസർച്ച് ഡയറക്ടറായിരുന്ന കാലത്ത്. ശാസ്ത്രാവബോധ ഉപസമിതി ചെയർമാൻ ഡോക്ടർ ബേബി ചക്രപാണി അധ്യക്ഷത വഹിച്ചു. ഡെഫിനറ്റ്ലി ആയിട്ട് പുറത്തുനിന്ന് നമ്മളുടെ പ്രവർത്തനത്തിനുള്ള ആ ഒരു പരിധികളോ അല്ലെങ്കിൽ അതിനുള്ള ഈസ് ഓഫ് വർക്ക് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഈ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കളഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ
ഉപരിപഠനം നടത്തി, ഇന്ത്യൻ റിസർച്ച് നടത്തി, ലോകോത്തര നിലവാരമുള്ള സയൻസ് ഡെലിവറി ചെയ്ത ചുരുക്കം ശാസ്ത്രജ്ഞന്മാരെയെങ്കിലും, നമുക്കുള്ള ചുരുക്കം ശാസ്ത്രജ്ഞന്മാരെയെങ്കിലും നമ്മൾ വേണ്ട വിധത്തിൽ ഉണ്ടാകുന്നില്ലേ എന്നൊരു സംശയം നമുക്കുണ്ട്. പ്രൊഫസർ KR ജനാർദ്ദനൻ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും പുസ്തകവും വിതരണം ചെയ്തു. ശാസ്ത്രാവബോധ ഉപസമിതി കൺവീനർ C ബാലചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ KN മധു എന്നിവർ സംസാരിച്ചു. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ 15ാമത് രാമായണ മാസാചരണ പരിപാടി സമാപിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ദിവസവും വൈകിട്ട് 6-ന് രാമായണ പാരായണം, ഭജന, പ്രഭാഷണം, മത്സരങ്ങൾ എന്നിവ നടന്നു. എല്ലാ ദിവസവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. പ്രഭാഷണം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സനാതന ധർമ്മ പാഠശാല അധ്യാപകനുമായ രാജേഷ് നാദാപുരം നിർവഹിച്ചു. 1982 കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുവാൻ സ്വർഗീയ പരമേശ്വരിയുടെ നേതൃത്വത്തിൽ എറണാകുളത്തിൽ വിശാല ഹിന്ദു സമ്മേളനമാണ്. ഈ സമയത്ത് കർക്കിടകത്തെ മഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിച്ചു. കർക്കിടകത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല. കർക്കിടകത്തിൽ നല്ല മഴയാണ്. മഴ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭൂമിയിലേക്കാണ്. ഈ ഭൂമിയിൽ എന്തുണ്ടാകണമെങ്കിലും വെള്ളം ആവശ്യമുണ്ട്. നല്ല വരൾച്ചയുണ്ടെങ്കിൽ കിണറ് വെള്ളം ഉണ്ടാവില്ല. കിണറ് വെള്ളമില്ലെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതം ദുസ്സഹമാണ്. സാധാരണത്തിൽ ആളുകൾ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിയിട്ട് പറയാറുണ്ട് കള്ളവണ്ടി ചെയ്തിരുന്നു, വണ്ടിയാണ് വണ്ടി ചെയ്തത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടിയെ കള്ളവണ്ടി എന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ കർക്കിടകം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കർക്കിടകത്തെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ വിളിച്ചു. ഈ സമയത്താണ് കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുവാൻ നമ്മുടെ ആചാര്യന്മാർ വിശാല ഹിന്ദു സമ്മേളനത്തിൽ തീരുമാനിച്ചത്. ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ അന്നത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ടായിരുന്നു. പാലിശ്ശേരി ALP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ചാന്ദ്രദിന പ്രസംഗം, കവിത, പോസ്റ്റർ നിർമ്മാണം, റോക്കറ്റ് വിക്ഷേപണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. BRC കോർഡിനേറ്റർ അഞ്ജു, അധ്യാപകരായ വിൻസി, നിവ്യ, ശ്രീജ, അനിറ്റ എന്നിവർ നേതൃത്വം നൽകി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നിരുന്ന സൌജന്യ ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. സമാപന പരിപാടി ഊരകം ക്ഷേത്രം മേൽശാന്തി പ്രസാദ് AN, കളരിക്കൽ മഷിനോട്ട വിദഗ്ധൻ ശ്രീകുമാര പണിക്കർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തികച്ചും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത്. കർക്കിടക മാസത്തില് പഴയ കാലത്ത് പറയുന്നത് കർക്കിടകം ദുർഘടമാണ്. ഇപ്പൊ ദുർഘടം വന്നിട്ട് കർക്കിടകത്തിലേക്ക് വന്നിരിക്കുക. കാരണം ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളില്ല. മറ്റതങ്ങനെയല്ല. കർക്കിടകം വന്ന പണിയില്ല, യാതൊന്നുമില്ല. അതോടൊപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശം. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അത് ഹിന്ദു എന്ന് മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ കാരണം പഴയ കാലത്ത് പണികളോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാവരും തിരക്കിലാണ്. വാസ്തവം പറഞ്ഞാൽ നമ്മൾ രണ്ടാളെ നാമജപത്തിന് വിളിച്ചാൽ പോലും ഇന്ന് വരാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ തയ്യാറല്ല. പക്ഷെ എന്നിരുന്നാലും അത്യപൂർവമായ ഒരു ചെറിയ തിരക്കാണ് ഇന്ന് ഊരകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. സുമ രാമകൃഷ്ണൻ, രമ ജ്യോതികുമാർ, പ്രസന്നകുമാർ, ഭരതൻ, ഷീല പ്രസന്നകുമാർ, ശശികുമാർ, സന്തോഷ്, മോഹനൻ, രാമകൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, ഹരിദാസ് എന്നിവർ 7 ദിവസത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തലൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ CMI അധ്യക്ഷത വഹിക്കും. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 25,000 കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകി അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ വിവിധ നിലകളിലെ സമൂഹത്തിലെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷം ഉദ്ഘാടനമാണ് ജൂലൈ 24 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ജീവകാരുണ്യ സംരംഭം
അതായത് നമ്മുടെ വിദ്യാലയത്തിലെ നിർധനരായ കുട്ടികളുടെ വീടുകളിലെ കുട്ടികൾക്കോ അവരുടെ പേരൻസിനോ ഗൗരവമായ അസുഖം, ക്യാൻസർ, വൃക്കസംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഞങ്ങളൊരു ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് കൈമാറുകയും ആ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങും കൂടി ഞങ്ങൾ നാളെ ചെയ്യുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി സമാഹരിക്കുന്ന ഫണ്ട് നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഏറ്റുവാങ്ങും. ദേവമാതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി CMI അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KV ഷാജു, ട്രീസ ബാബു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രധാനാധ്യാപിക ലിയ കെ റാഫൽ, ക്രിസ്റ്റീന ദേവസി, OSA ഭാരവാഹികളായ TT ജോൺസൺ, C അരുൺ, CD ആന്റണി എന്നിവർ പങ്കെടുത്തു. സ്വർണം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ ശേഷം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ട 3 പേർ കൂടി പിടിയിൽ. പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആസം സ്വദേശികളാണ് പിടിയിലായത്. ബാങ്കിൽ നിന്ന് പൈസ ആക്കി 4 ലക്ഷം രൂപയുമായി ഈ സിറാജുൽ ഇസ്ലാമിന്റെ കൂടെ രാജേഷിന്റെ കാറിൽ തൃശ്ശൂരിൽ 20 രാത്രിയിൽ സ്ഥലത്തെത്തി. അതിനുശേഷം 3 സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസാമിൽ, പിന്നെ ഒരു അബ്ദുൽ കലാം, ഇവർ 3 പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശ്ശൂരെത്തി. ഇവർ ഒരുമിച്ച് ഈ കേസിന്റെ ഈ സ്വർണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രിയിൽ 1 മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവര് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവരുടെ കയ്യിരുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പൊ രാജേഷ് ഈ അപ്രേഷന്റെ കാര്യം അറിയുന്നുണ്ട്, അത് കട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അയാൾക്ക് സംശയം തോന്നി ഇത് വ്യാജ സ്വർണമാണെന്ന്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞ ബാക്കി പീസ് കയ്യിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ്. ഇതോടെ ചാലക്കുടിയിലെ മുക്കുപണ്ടം തട്ടിപ്പിൽ 4 പ്രതികളും പോലീസ് പിടിയിലായി. സംഘത്തിലുണ്ടായിരുന്ന അസം സ്വദേശി അബ്ദുൾ സലാമിനെ നേരത്തെ പിടികൂടിയിരുന്നു. പണം സംഘത്തിലുള്ള മറ്റുള്ളവർ കൊണ്ടുപോയെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകി. സ്വർണം തരാമെന്ന് പറഞ്ഞ നാദാപുരം സ്വദേശികളിൽ നിന്നാണ് 4 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത്. പണവുമായി രക്ഷപ്പെടുന്നതിനായി പുഴയിൽ ചാടിയപ്പോൾ പരിക്കേറ്റയാളാണ് നേരത്തെ പിടിയിലായ അബ്ദുൾ സലാം. ഇയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മറ്റു പ്രതികൾ കടന്നു കളയുകയായിരുന്നു. നിധി കെട്ടിയെന്ന് വിശ്വസിപ്പിച്ച ഇവർ നാദാപുരം സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയത്. വ്യാജ സ്വർണം കൈമാറി ട്രാക്കിലൂടെ പോകുന്നതിനിടെ ട്രെയിൻ വന്നപ്പോൾ പുഴയിലേക്ക് ചാടി. ലോക്കോ പൈലറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്ന് മനസ്സിലായത്. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. HP ഏജൻസിയുടെ ഖാൻ പമ്പിലാണ് അഗ്നിബാധ ഉണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പമ്പിലെ പെട്രോൾ സൂക്ഷിക്കുന്ന വാൽവിൽ തീ പടർന്നതെന്നാണ് പ്രാഥമിക വിവരം. ഒഴിവായത് വൻ ദുരിതം. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും പമ്പ് ജീവനക്കാരും ഏറെ പ്രയത്നിച്ചാണ് തീയണച്ചത്. പാർളം പള്ളിപ്പുറം വടക്കേ മീനങ്ങത്ത് കുഞ്ഞുണ്ണി മകൻ 78 വയസ്സുള്ള MK വേലുക്കുട്ടി നിര്യാതനായി. റിട്ടയേർഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാണ്. ഭാര്യ പരേതയായ സൌദാമിനി, മക്കൾ മഞ്ജു, കൃഷ്ണകുമാർ, മായ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കാലവർഷം
ശക്തമായതോടെ കനാലിലും കോൾ ചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാഴ പുഴയോട് ചേർന്ന പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറുന്നതായി പരാതി. ഹെർബർട്ട് കനാലിലെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുക്കാൻ കമാൻഡ മുഖത്തെ കഴ അടിയന്തരമായി തുറക്കണമെന്ന് നാട്ടുകാർ. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ 15ാമത് രാമായണ മാസാചരണ പരിപാടി സമാപിച്ചു. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.